ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് മൺചട്ടിയിൽ ഒരു അടിപൊളി ബീഫ് കറി വെച്ചാലോ. അപ്പോൾ ഞാൻ അതിലേക്കായിട്ട് ബീഫ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് പറഞ്ഞാൽ കുറച്ച് ഗരം മസാല, ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്തിട്ടാണ് കേട്ടോ ബീഫ് വേവിക്കാനായിട്ട് വെച്ചത്. അപ്പം ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയും കറി വെക്കാനായിട്ട് എടുക്കുന്നില്ല, കുറച്ച് മാത്രം, ഒരു 3/4 കിലോ മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി വറുക്കാനായിട്ടാണേ. അപ്പോൾ അതേ മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് ഞാനൊരു 7-10 ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേന് തേങ്ങാക്കൊത്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയാം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയറും കമൻറ്റും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം ഞാൻ ദേ ഒരു 7-10 അണ്ടിപ്പരിപ്പ് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിക്കഴിയുമ്പോഴത്തേന് നമ്മൾ അതിലേക്ക് കുഞ്ഞുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം കറിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. ഉള്ളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് പകുതി വഴന്ന് കഴിയുമ്പോഴത്തേനാണ് നമ്മൾ അതിലേക്ക് സവോളയും തക്കാളിയും ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു മീഡിയം സൈസ് 2 സവോള എടുത്തിട്ടുണ്ട്. അത് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരല്പം അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് വേവിക്കുന്ന ടൈമിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറിയിൽ ഇനി ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിച്ചു വേണം ഇടാൻ, കൂടിപ്പോവരുത്. ഇതിപ്പോൾ സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരല്പം ഉപ്പാണ് ചേർത്തത്. എന്നിട്ട് ഞാൻ അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി 2 ടീസ്പൂണും മല്ലിപ്പൊടി ഒരു 5 ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മല്ലിപ്പൊടി കൂടുതൽ ചേർത്തത്, ഒരുപാട് കൂടിപ്പോവരുത്. എന്നിട്ട് ഞാൻ ഒന്ന് വഴറ്റിയതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പം അത് എണ്ണയൊക്കെ തെളിഞ്ഞ് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ അതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബീഫും അത് വേവിച്ച കുറച്ച് വെള്ളവും ഉണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഉരുളൻകിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബീഫ് കറിയിലൊക്കെ ഇടുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റി ആ ബീഫിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വീണ്ടും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ബീഫ് വേവിച്ച കുക്കറുണ്ടല്ലോ അതിൽ. എന്നിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇത് അടച്ചു വെച്ച് വേവിക്കുന്നത്. അധിക നേരം ഒന്നും അടച്ചു വെച്ച് വേവിക്കുന്നില്ല, കാരണം ബീഫ് നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണല്ലോ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയിട്ടൊന്ന് അടച്ചു വെച്ചതിന് ശേഷം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആ അണ്ടിപ്പരിപ്പ് കുതിരാനിട്ടതും കൂടി അരച്ചിതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ആവശ്യത്തിന് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റാണ് ഗരം മസാല ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ നന്നായിട്ട് എടുത്ത് നിൽക്കും. ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിത് അപ്പോഴത്തേനാണ് എൻ്റെ മോൻ വന്നിട്ട് അവന് ബീഫ് കറി കൂട്ടാനായിട്ട് കൊതിച്ച് നിൽക്കായിരുന്നു, കാരണം അത്രയ്ക്ക് അടിപൊളി മണമായിരുന്നേ. അപ്പോൾ അവൻ ദോശ എടുത്തുകൊണ്ട് വന്ന്, അപ്പോൾ ദോശയിലേക്ക് കുറച്ച് ബീഫ് കറിയൊക്കെ ഒഴിച്ചു കൊടുത്ത് അവൻ അത് കൊണ്ടുപോയി കഴിച്ചു. എന്നിട്ട് ഞാൻ അടച്ചു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ബീഫ് കറി സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ ഗ്രേവി കൂട്ടാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയുന്നതല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.